പരിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദാനധർമ്മങ്ങളും പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാഹുവുമായി പടച്ചവനുമായി കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭം രണ്ട് സുജൂദുകളാണ്. ആ രണ്ട് സുജൂദുകൾക്കിടയിൽ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബി നാദ ഇഗ്ഫിർലി, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണമേ. പിന്നീട് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ്, വജ്ബുർനി, എൻ്റെ നമസ്കാരത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ ജീവിതത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ, അല്ലാഹുവേ വീഴ്ചകളെ നീ പരിഹരിക്കണമേ. നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ഇബാദത്തുകളിലുമെല്ലാം പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അത് ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് ആ സുജൂദിന്റെ ഇടയിൽ വജ്ബുർനി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മഹാനായ അതാ അസ്-സഅദി റളിയല്ലാഹു അൻഹു മദീനയിലെ സുന്ദരമായ ഒരു നമ്മൾ നമസ്കാരത്തിലൊക്കെ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് നിർമ്മിക്കുന്ന, നല്ല പരവതാനി നിർമ്മിക്കുന്ന ഒരു സ്വഹാബി വര്യനാണ്, ഒരു താബഈ പണ്ഡിതനാണ് അതാ ഉസ്-സലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കരവിരുതും അദ്ദേഹത്തിൻ്റെ കഴിവും നൈപുണ്യവും കൊണ്ട് അതിവിശാലമായ ഒരു കാർപ്പറ്റ് അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഏതൊരു കാഴ്ചക്കാരനെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന, അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ രൂപവും പ്രത്യേക തലത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് നിർമ്മിച്ച് മദീനയിലെ ഒരു വലിയ വിശാലമായ ഒരു കടയിലാണ് അദ്ദേഹം അത് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ കടയിലെ കച്ചവടക്കാരൻ ഈ പരവതാനി നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫീഹി ഉയൂബൻ കൈത കൈത. അതാ ഉസ്-സലമി, അതിൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ ഇന്ന ഇന്ന ന്യൂനതകളുണ്ട്. ഇവിടെ ഈ കളറിലല്ല ഉള്ള നൂലല്ല കൊടുക്കേണ്ടത്, ഇതിന് ഇന്ന ഇന്ന പോരായ്മകളുണ്ട് എന്ന് ഓരോന്നും ആ മദീനയിലെ കച്ചവടക്കാരൻ അതാ ഉസ്-സലമിയോട് പറയുമ്പോൾ അതാ ഉസ്-സലമിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതാ ഉസ്-സലമി ആ കച്ചവടക്കാരന്റെ മുന്നിൽ വിതുമ്പുന്നുണ്ട്. ആ കച്ചവടക്കാരൻ അതാ ഉസ്-സലമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഇനിയും താങ്കൾ നിർമ്മിക്കുമ്പോൾ ഈ പോരായ്മകൾ നികത്തി ഇതിനേക്കാളും സുന്ദരമായ ഒരു നല്ല കാർപ്പറ്റും പരവതാനിയും നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന് താങ്കൾ ഉദ്ദേശിക്കുന്ന വില എന്താണോ ആ വില മുഴുവനും ഞാൻ തരാം. ആ സമയം അതാ ഉസ്-സലമി അവരോട് പറഞ്ഞത്, ഞാൻ നിർമ്മിച്ച കാർപ്പറ്റിന്റെ പോരായ്മകൾ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞതിൻ്റെ പേരിലല്ല ഞാൻ കരഞ്ഞത്. ഇതിൻ്റെ നൂലുകളും ഇതിൻ്റെ പോരായ്മകൾ ഇന്നതിന്നതൊക്കെ ഉണ്ട് എന്ന് എന്നോട് എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ നിർമ്മിച്ച എൻ്റെ പരവതാനിയിലെ അപാകതകളെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടല്ല, ഞാൻ ഉദ്ദേശിച്ച വില കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടല്ല ഞാൻ ഈ കരഞ്ഞത്. ഞാൻ കരഞ്ഞത് നാളെ പരലോകത്ത് എൻ്റെ നോമ്പും എൻ്റെ നമസ്കാരങ്ങളും എൻ്റെ കർമ്മങ്ങളും എൻ്റെ ഇബാദത്തുകളും പടച്ചവൻ്റെ മുന്നിലേക്ക് നിരത്തുമ്പോൾ നോമ്പുകാരനായി നിന്റെ നാവിൽ നിന്ന് അടർന്നു വീണ ഇന്ന വീഴ്ച കൊണ്ട്, നിന്റെ മനസ്സിലെ ഇന്ന ചിന്ത കൊണ്ട്, നീ ഭക്ഷണം കഴിച്ചപ്പോൾ ഹറാമും ഹലാലും നോക്കാതെ നീ ഇത് ആഹരിച്ചതുകൊണ്ട്
അത് ആഹരിച്ചിട്ടാണ് നീ രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിച്ചത് എന്നതുകൊണ്ട് നിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുമോ എന്ന് ആലോചിച്ചാണ് പടച്ചവന്റെ മുന്നിൽ എൻ്റെ കർമ്മങ്ങൾ നിരത്തുമ്പോൾ അവിടെ ഈ ന്യൂനതകളും ഈ വീഴ്ചകളും ഓരോന്നും എണ്ണിപ്പറഞ്ഞ് നാളെ പരലോകത്ത് ഞാൻ ഇതുപോലെ ദുഃഖിക്കേണ്ടി വരുമോ എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്ന് അത്താ ഉസ്സലമി ആ മദീനയിലെ മാർക്കറ്റിലെ കച്ചവടക്കാരനോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ അർദ്ധപകുതിയോടടുത്ത് അവസാനത്തെ 10ലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭം പരിശുദ്ധമായ ഈ റമദാനിൽ മാത്രമല്ല, നമുക്ക് തിരിച്ചറിവുള്ള കാലം മുതൽ നമ്മൾ പ്രവർത്തിച്ച നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങളിലെ പ്രകടനാത്മകത, നമ്മുടെ ആരാധനകളിലെ നമസ്കരിക്കുന്നുണ്ട് എന്തൊക്കെയോ അശ്രദ്ധമായി നമസ്കരിച്ചു പോയിരുന്ന അവസ്ഥ, പ്രഭാതത്തിൽ നമസ്കാരത്തിൽ കൈകെട്ടുന്നത് പോലെ നോമ്പുകാരനായി നമ്മൾ പുറത്തേക്കിറങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ അത് വളരെയേറെ ശ്രദ്ധിച്ചു. പിന്നീടായപ്പോൾ അശ്രദ്ധകളും അബദ്ധങ്ങളും പിഴവുകളുമൊക്കെ നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിൻ്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നായി റബ്ബിൻ്റെ മുന്നിലേക്ക് നിരത്തിയിട്ട് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ റബ്ബേ, തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കാൻ ഏറെ ഇഷ്ടമുള്ളവനാണ് നാഥ, ഫഅഫു അന്നി, ആകയാൽ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. ഈ റമദാനിൻ്റെ രാപകലുകൾക്കിടയിൽ നമ്മുടെ നാവിൽ നിന്നല്ല ഈ പ്രാർത്ഥന ചലിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, നമ്മളിൽ നിന്നും വന്ന വീഴ്ചകൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട്, അത് മറ്റൊരു സഹോദരനോട് പൊരുത്തം ചോദിച്ചുകൊണ്ടാണെങ്കിൽ, മറ്റൊരു സഹോദരനോട് വീഴ്ച ചോദിച്ചുകൊണ്ടാണെങ്കിൽ, യൂസുഫ് അലി സാഹിബ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് കയറുന്ന സമയം ഒരു മധ്യവയസ്കനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. നിങ്ങളെനിക്ക് ക്യാഷ് തരണ്ട, പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം സംസാരിക്കണം. അദ്ദേഹം അത് കേട്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ജനങ്ങളെല്ലാം കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു, ഞാനൊരു ആക്രി ബിസിനസ്സുകാരനാണ്. പടച്ചവനെ കുറിച്ച് ബോധമില്ലാത്ത സമയത്ത്, നിങ്ങളുടെ മാള് നിർമ്മിക്കുന്ന സമയത്ത് കുറെ കമ്പികൾ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതെനിക്ക് പുറത്തു തരണം, നിങ്ങളതെനിക്ക് മാപ്പ് ചെയ്യണം. അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴാണ് നമ്മുടെ തെറ്റുകുറ്റങ്ങളെ തിരുത്തുവാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും, ഞാൻ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാവുക. പരിശുദ്ധ ഖുർആൻ ഓരോന്നും സമാധാനത്തോടെ, ചിട്ടയോടെ, അവധാനതയോടെ ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണം. മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, മറ്റുള്ളവരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് പാപമോചനത്തിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ശുദ്ധീകരണത്തിലേക്കും നിങ്ങൾ മുൻകടക്കണമേ. സഹോദരങ്ങളെ, ഈ വരുന്ന രാത്രികളിൽ, അവസാനത്തെ അന്ത്യയാമങ്ങളിൽ, ഇടയത്താഴത്തിനു മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിനോട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗാസനനായി കിടക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറെ, താങ്കൾ പള്ളിയിൽ പോയി ഇമാമ നിൽക്കണം. പ്രവാചകർ എഴുന്നേറ്റ് വരാൻ കഴിയുന്നില്ല, നടക്കാനും ചലിക്കാനും കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഉമ്മയായ പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന എൻ്റെ ഉപ്പ സാധാരണ ഖുർആൻ ഓതുമ്പോൾ തന്നെ അദ്ദേഹം ഏങ്ങി കരയാറുണ്ട്. നമസ്കാരത്തിൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും,
നമസ്കാരത്തിൽ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹം ഏങ്ങിക്കരയും. അത് പിന്നിൽ നമസ്കരിക്കുന്നവർക്ക് പ്രയാസമാകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ മുന്നിൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? പലപ്പോഴും പല കഥകളും പല നോവലുകളും പല സീരിയലുകളും സിനിമകളും ചിത്രങ്ങളും ജീവിതത്തിൻ്റെ പല പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ നമ്മൾ വിതുമ്പിയിട്ടുണ്ടോ സഹോദരങ്ങളെ? നാം ആലോചിക്കേണ്ടത്, പാരമ്പര്യമായി നമ്മൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, 4ഉം 5ഉം പേജ് ഓതുന്നു. അതിൻ്റെ അർത്ഥങ്ങളോ ആശയങ്ങളോ നാം മനസ്സിലാക്കാൻ തയ്യാറല്ല. അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ചും എൻ്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്നതിനെക്കുറിച്ചും മറ്റു പലരെയും രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് താങ്ങും തണലുമാകുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് വിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ നമുക്ക് ബോധ്യമാകുന്നത്. UK-യിലേക്ക് MBBS കഴിഞ്ഞ് പഠിക്കാൻ പോയ ഒരു മുസ്ലിം യുവതി, പഠനത്തിനിടയിൽ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുമായി ഇഷ്ടമായി, വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും ഡോക്ടറാണ്. ക്ലിനിക്കിൽ ജനങ്ങളെ പരിശോധിക്കാൻ വരും. ഒരു ദിവസം ഈ മുസ്ലിം യുവതിയും ഈ സഹോദര സമുദായത്തിൽപ്പെട്ട ഈ സഹോദരനും പെൺകുട്ടിയുടെ വീട്ടിൽ വിരുന്നിന് പോയി ഭക്ഷണം കഴിക്കാനും കുടുംബം സന്ദർശിക്കാനും വേണ്ടി ചെല്ലുമ്പോൾ ആ വീടിന്റെ സെൽഫിൽ സൂക്ഷിച്ചിരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രതി അദ്ദേഹം എടുത്തു. അതിന്റെ പേജുകൾ ഓരോന്നും മറിക്കും തോറും ആവേശവും ആഗ്രഹവും ഉണ്ടായി. അടുത്ത ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹാൻഡ് ബാഗിൽ ഈ പരിശുദ്ധ ഖുർആനും എടുത്തു വെച്ചു. അദ്ദേഹം വീണ്ടും പഴയ നാട്ടിലേക്ക് പോയതിനു ശേഷം ക്ലിനിക്കിൽ നിന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ആ വിശുദ്ധ ഖുർആൻ മറിച്ച് പരിശോധിക്കാൻ തുടങ്ങി. ആവേശത്തോടെയും ആഗ്രഹത്തോടെയും രാത്രിയും പകലും അത് വായിച്ചു. 6-7 മാസം കഴിഞ്ഞപ്പോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഷഹാദത്ത് ചൊല്ലി വിശ്വാസിയായി. ഈ ഡോക്ടറുടെ ആവേശവും ആത്മവിശ്വാസവും കണ്ടിട്ട് അദ്ദേഹം ക്ലിനിക്കിൽ രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ